പാഴ്സൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി പാഴ്സലൊക്കെ മേടിച്ചിട്ട് വന്ന്. എനിക്കറിയാമായിരുന്നു ഇത് പോപ്പി അയച്ചതെന്ന്. കാരണം എൻ്റെ അടുത്ത് പോപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് എന്ന് വരുമെന്ന് വെയിറ്റിങ്ങിലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു വിടാൻ ആരെങ്കിലും ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറയാതെയും നമ്മൾ തന്നെ പൈസ കൊടുക്കാതെയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ തരാനുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതാണെങ്കിൽ അവിടെ ചേട്ടൻ്റെ ഒരു ഹെൽമെറ്റ് ഇരുന്നായിരുന്നു. അപ്പോൾ നമുക്കത് കൊണ്ടുവരാൻ പറ്റിയില്ല. ആ സ്പേസ് ഇല്ലായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ അവൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കൊടുത്തു വിട്ടതാണ്. അതിപ്പോൾ ഇതിങ്ങനെ തുറക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ എടുക്കുന്നത്, വലിച്ച് പൊട്ടിച്ചൊക്കെ എടുക്കുന്നത്. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് എന്തുവാന്ന്. പക്ഷെ എന്നാലും കാണാനുള്ള ആകാംക്ഷ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്പിച്ചി ദീദിക്കൊരു സാരിയും ഏഞ്ചലിന് ഡ്രസ്സും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു നോർമൽ ഇതും പിന്നെ ഒരു അടിപൊളി ഒരു ഫ്രോക്കും ഉണ്ടായിരുന്നു. ഞാനിത് മോളെയൊക്കെ ഉറങ്ങിക്കിടന്ന മോളെ കുത്തി എഴുന്നേൽപ്പിച്ച് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാരി നോക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അടിപൊളി സാരിയായിരുന്നു. സാരിയും ഫ്രോക്കും എല്ലാം. അപ്പം എൻ്റെ പോപ്പിക്ക് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓർത്ത് നമുക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാൻ ഒരാളുണ്ടല്ലോ. അല്ലെ ആളുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ.